ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള റാഗിപ്പൊടി കൊണ്ട് സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ട് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പ്ലം കേക്കിന്റെ റെസിപ്പിയാണ് ഇന്ന്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫിന. വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ. ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. കേക്കിന് മധുരത്തിനായിട്ട് ശർക്കരപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ശർക്കരപ്പൊടി മിക്സിയിലിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തപ്പോൾ ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ള ബട്ടറാണ്, 3 മുട്ട എടുത്തിട്ടുണ്ട്, 3 ഡ്രോപ്സ് വാനില എസൻസും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ശർക്കര പേസ്റ്റിൻ്റെ കൂടെ മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം. ഇനി അടുത്തായി കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് 1 കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിന് 1 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് റവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 1/4 ടീസ്പൂൺ ജാതിക്കയുടെ സീഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ലാസ്റ്റ് ആയിട്ട് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം. അതിനു മുമ്പ് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്കിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. കാഷ്യൂ ഉണ്ട്, ബദാം ഉണ്ട്, കിസ്മിസ് ഉണ്ട്, ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം. ഇതിലേക്ക് ചെറിയൊരു പീസ് ഓറഞ്ച് പീലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഈ ഡ്രൈ ഫ്രൂട്ട്സിലൊന്ന് കോട്ട് ചെയ്തും വെക്കുന്നുണ്ട്. അടുത്തായിട്ട് കേക്കിൻ്റെ ബാറ്റർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഓൾറെഡി അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശായിട്ട് 3 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊരു വിസ്ക് വെച്ചിട്ട് ഓവറായിട്ട് മിക്സ് ആക്കാതെ സ്ലോ ആയിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അടുത്തായി ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. റാഗി കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് കേക്ക് ട്രേയിലേക്ക് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഈ ഒരു ബാറ്റർ അതിലേക്ക് മാറ്റാം. മൈദയും ക്യാരമലും ഉപയോഗിക്കാതെ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കേക്ക് കുട്ടികൾക്കൊക്കെ സേഫ് ആയിട്ട് കൊടുക്കാൻ പറ്റിയതാണ്. ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ആയിട്ട് പോഷക സമൃദ്ധമായിട്ടുള്ളൊരു മില്ലറ്റ് വെറൈറ്റിയാണ് റാഗി. റാഗി കുറുക്ക് ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും ഉറപ്പായിട്ടും കഴിക്കും. കുറച്ച് ചെറിയും കാഷ്യൂവും ബദാമും കിസ്മിസും ഒക്കെ ആയിട്ട് കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ വെച്ച് ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വെച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കേക്ക് ഒരുപാട് ഹെൽത്തിയാണ്. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത കുക്കറിലാണ് ഈ ഒരു കേക്ക് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റി എടുത്താലും നല്ലപോലെ കേക്ക് റെഡിയായി വരും. ആദ്യത്തെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നീട് 40 മിനിറ്റ് ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്തിട്ടുള്ള കേക്കാണ്. കേക്ക് കരിഞ്ഞു പിടിച്ചിട്ടൊന്നുമില്ല. നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു കേക്ക് തന്നെയാണ് ഈ ഒരു റാഗി കേക്ക്. കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് സ്കൂൾ വിട്ട് വരുമ്പം കൊടുക്കാൻ പറ്റിയൊരു ഹെൽത്തി കേക്കാണ്. റാഗിയും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ആയിട്ട് റിച്ച് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. എല്ലാവരും ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂ. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.